പിന്നെ കത്തണമല്ലോ സ്വാഭാവികമായിട്ടും. സമരാഗ്നി ഒരുപക്ഷെ UDF-ൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ പ്രചരണ പരിപാടിയാണ്. UDF നമുക്ക് ഈ നവകേരള സദസ്സുമായിട്ടുള്ള സമാന്തര പരിപാടി അത്ര വിജയിച്ചില്ലെങ്കിലും കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ സുധാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു ദിവസം 3 മണിക്കും 6 മണിക്കും 2 പൊതുയോഗങ്ങളാണ് ആകെ നടത്തുന്നത്. മാത്രമല്ല രാവിലെ ജനകീയ സദസ്സ് എന്ന് പറഞ്ഞ് നേരത്തെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ടേം മാറ്റിയിട്ടാണ് ജനകീയ സദസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാതൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യപരമായി സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുള്ള പരിപാടിയായി നമുക്ക് ഈ സമരാഗ്നിയെ കാണാനാകില്ല. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുന്ന മസിലിന് ക്ഷീണം വരുന്ന അസുഖം യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് അമേരിക്കയിൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റിറോയിഡ് ഉപയോഗിച്ചത് കൊണ്ടുള്ള ക്ഷീണമാണ്, അതുകൊണ്ടാണ് ഷുഗർ കയറിയത് എന്നാണ് പറഞ്ഞത്. ഏതായാലും അമേരിക്കയിൽ പോയതിന് ശേഷം അക്കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തി എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഊർജ്ജസ്വലനായി ഈ പരിപാടിയിൽ സുധാകരന് പങ്കെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ വാർഷികമായാലും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഒക്കെ തന്നെയും വലിയ ജനക്കൂട്ടത്തെ കോൺഗ്രസ്സിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പലസ്തീനേക്ക് സിവിൽ കോഡ്, അതുപോലെ തന്നെ ഇടുക്കിയിൽ, തൃശ്ശൂർ, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സമരാഗ്നി എന്ന പരിപാടി വലിയ നിലയിലുള്ള ആൾക്കൂട്ടാണ് കാസർഗോഡ് കണ്ടിട്ടുള്ളതെന്നുള്ളതാണ്. മാത്രമല്ല സംഘടനാ തലത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കുന്നു. പലയിടത്തും പരിശീലന ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് സെറ്റാണ് ഇലക്ഷന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ ഞാൻ കുറച്ചുകൂടി നമ്മൾ ക്രെഡിബിളായി കാണുന്ന ഒരു സർവേ ആണല്ലോ ഇന്ത്യ ടുഡേയുടെ സർവേ. ഇന്ത്യ ടുഡേയുടെ സർവേയിൽ 20 സീറ്റുകളിലും LDF-ഉം UDF-ഉം ചേർന്ന് ജയിക്കുന്നതാണ്. അതായത് NDA-ക്ക് ഒരു സീറ്റും ഇവിടെ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ 18 സീറ്റ് UDF-നും 2 സീറ്റ് LDF-നുമാണ് എന്നുള്ളത്. അത് വലിയ മാറ്റമായിരിക്കും UDF-നെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ ശബരിമലയുടെയും ഇമ്പാക്റ്റാണ് 19-1 എന്നുള്ളതെങ്കിൽ ഇത്തവണ 18 സീറ്റ് UDF-ന് ലഭിക്കുക അങ്ങനെയാണെങ്കിൽ അത് വലിയ മുന്നേറ്റമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല അതേ സർവേയിൽ തന്നെ 17% വോട്ട് BJPക്ക് കൊടുക്കുന്നതാണ്. 2% വോട്ട് എക്സ്ട്രാ BJPക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത്ര വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ തന്നെയും കിട്ടിയാൽ അത് ചരിത്രത്തിൽ BJPയുടെ ഏറ്റവും വലിയ വോട്ട് ശതമാനമായിരിക്കും. ഏതായാലും സീ വോട്ടർ സർവേ പ്രകാരം കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത്. ഓർക്കുക, കഴിഞ്ഞ തവണ 55 സീറ്റ് കിട്ടിയപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് അംഗങ്ങളെ പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുള്ളത്. സമാനമായ സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് ഇത്തവണ ഉണ്ടാകുന്നുള്ളത് എന്നുള്ള നിലയിലാണ് സീ വോട്ടർ പറയുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വളരെ എനർജറ്റിക്കായി വരിക എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സുധാകരൻ അമേരിക്കയിൽ ചികിത്സയൊക്കെ പൂർത്തിയാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള KPCC ഈ സമരാഗ്നി വിജയിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടി, തൃക്കാക്കരയും അതുപോലെ തന്നെ പുതുപ്പള്ളിയും. മാത്രമല്ല 9 സെറ്റ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ UDF-ന് മുൻതൂക്കമുണ്ട്. അതൊന്നും വെറുതെ സംഭവിച്ചു പോകുന്നില്ല, ഒരു ട്രെൻഡിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് UDF-ൻ്റെ കോൺഗ്രസിൻ്റെ ഈ സമരാഗ്നി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് ആളിക്കത്തട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Meet the editors.